എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. എല്ലാം തികഞ്ഞ ആരുമില്ലല്ലോ. നമ്മളെ മോളെ വിഷമിപ്പിക്കാതെ സ്നേഹത്തോടെ നോക്കണം. അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവണം, അത്രയൊക്കെ വേണ്ടു. പിന്നെ വീട്ടുകാരെ കൊണ്ട് മോൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പിന്നെ നീ എന്തിനാ തന്നെ ആദർശിനേക്കാൾ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരുടെ ബന്ധം മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ? അല്ല, വീട്ടില് പണം ഉണ്ടാവുന്നത് ഒരു കുറവില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, വിദ്യയ്ക്കും ഭർത്താവിനും നന്നായി ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാവണമെന്ന്. പിന്നെ നമുക്ക് നാട്ടുകാർക്കിടയിൽ ഒരു മതിപ്പൊക്കെ കിട്ടണമെങ്കിലേ 4 ആൾ അറിയുന്ന കുടുംബക്കാരൊക്കെ ആയിരിക്കണം മനോജേട്ടാ. ഇപ്പൊ വന്ന ആലോചന കേട്ടിടത്തോളം നല്ലതാ. പയ്യന്റെ കാര്യത്തില് നമുക്കൊരു അന്വേഷണം നടത്താനുള്ളത്. അത് മനോജേട്ടൻ വിചാരിച്ചാൽ അറിയാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു ഉറപ്പിച്ചു വെച്ചാ പിന്നെ വിദ്യയും പയ്യനും തമ്മിലൊക്കെ സംസാരിച്ച് തുടങ്ങുമല്ലോ. അപ്പോ അവർ തമ്മിൽ ഒത്തുപോവോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ കഴിയില്ലേ? കഴിയുമായിരിക്കും. ഇതൊന്നും വിദ്യക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാ ഞാൻ എത്രയും പെട്ടെന്ന് ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കണം. നമ്മൾ കണ്ടുപിടിക്കുന്ന പയ്യനുമായി വിദ്യ സംസാരിച്ച് അത് ശരിയാവോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കി വിവാഹം നടത്തിയാൽ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും താമസിപ്പിക്കാതെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകണം. ശരി, ചെയ്യാം. അയ്യോ, ഞാൻ കുടിക്കാൻ വെള്ളം എടുക്കാൻ മറന്നു. ഞാൻ എടുത്തിട്ട് വരാമേ. താൻ വന്നിട്ട് കുറെ സമയമാടോ? 5 മിനിറ്റായി. ആണോ? എന്താ ലേറ്റ് ആയതെന്ന് ചോദിച്ച് വഴക്കിടട്ടെ? താനത്ര സില്ലിയല്ലാന്ന് എനിക്കറിയാം. എന്താടോ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? നമ്മൾ രണ്ടുപേരും കൈ പിടിച്ച് ഓടുന്നു. കുറെ പേര് നമ്മളെ ഓടിക്കുന്നു. എല്ലാവരും നമ്മുടെ ചുറ്റും നിന്ന് കുറ്റപ്പെടുത്തുന്നു. അല്ല, ഓടിച്ച ആൾക്കാരുടെ കയ്യിൽ തീപ്പന്തം ഉണ്ടായിരുന്നു? അത് ഓർക്കുന്നില്ല. ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. താൻ ഏതെങ്കിലും പഴയ സിനിമയിലെ ക്രിഞ്ച് സീനും കണ്ടിട്ടായിരിക്കും ഇറങ്ങിയത്. അതിൻ്റെ ഇങ്ങനത്തെ ക്ലീശ സ്വപ്നം. നമ്മളിപ്പോൾ എങ്ങോട്ട് ഓടാനോടോ? അല്ലെങ്കിൽ തന്നെ ആരോടിക്കാനാ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് കണ്ടപ്പോ തൊട്ട് ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടായി. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ കഷ്ടമാണ്. അങ്ങനെ വന്നാലും നമ്മളത് സഹിച്ചല്ലേ പറ്റൂ. അതെ, നമുക്ക് മീരയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. മീരയ്ക്ക് എന്തായാലും ഒരു ഡൗട്ടുണ്ട്. നമ്മളങ്ങ് സമ്മതിച്ചാൽ മാത്രം മതി. അങ്ങനെ ഒരു തോന്നൽ തനിക്കുണ്ടെങ്കിൽ നമുക്കത് മീരയോട് പറയാം. പിന്നെ ഹരിയച്ചനോട് മീര അത് പറയരുതെന്ന് പറയണം. അത് പറയാം. ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ കൂടെ നിന്നാ നമുക്ക് പിടിച്ചു നിൽക്കാൻ എളുപ്പാ. അമ്മ ഇങ്ങനെ വിവാഹാലോചന നടത്താൻ നിർബന്ധിക്കുന്നതുകൊണ്ടാ ഞാനിത് പറയുന്നത്. ആലോചന നടത്തുന്നൊരു ഘട്ടം ഉറപ്പായ എനിക്ക് നമ്മുടെ കാര്യം പറയാതെ വേറെ വഴിയില്ല. അല്ല, താനെങ്ങനെ നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കും? എനിക്കത് ഓർക്കുമ്പോൾ എന്തോ ഒരു ടെൻഷനുണ്ട്. പറയേണ്ട അവസ്ഥ വന്ന് പറഞ്ഞില്ലേ പറ്റൂ. അതെ, നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു വരുമാനമുള്ളൊരവസ്ഥയിലൊക്കെ എത്തിയിട്ടാണെങ്കിൽ ടെൻഷനില്ലായിരുന്നു. എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ധൃതിയല്ലേ. കഷ്ടകാലത്തിന് ആ മഹാബലിപുരത്ത് ഡാൻസ് കണ്ട കൂട്ടര് കല്യാണത്തിന് തിരക്ക് കൂട്ടുന്നുണ്ട്. മനസ്സിലായി. പക്ഷേ നമ്മൾ ഒരു സപ്പോർട്ട് കിട്ടാൻ മീരയോട് പറഞ്ഞാലും മീര കൂടെ നിൽക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെയല്ല, മീര എന്റെ കൂടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. അല്ലടോ, അവൾ എന്തുണ്ടെങ്കിലും അത് ഹരിയച്ചനോട് പറയും, മുത്തശ്ശിയോടും പറയും. മീര അവരോട് പറയുന്നത് മീരയുടെ കാര്യങ്ങളാ. നമ്മളെക്കുറിച്ചൊന്നും മീര പറയില്ലെന്നാ എന്റെ വിശ്വാസം. കാരണം എനിക്ക് പണ്ടൊരു പ്രശ്നം ഉണ്ടായപ്പോ അതിൽ നിന്ന് എന്നെ രക്ഷിച്ചത് മീരയാ. അതിനെക്കുറിച്ച് മീര ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, തനിക്കെന്ത് പ്രശ്നം ഉണ്ടായത്? എന്റെ പ്രൊഫസർ ഒരാള് കുറച്ച് പ്രശ്നക്കാരനായിരുന്നു. ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ നോക്കാതെയും സൈൻ ചെയ്യാതെയും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. പീഡനമായിരുന്നു ലക്ഷ്യം. എന്നിട്ട് ഞാൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. എന്ത് ചെയ്യുന്ന ഒരു പിടിയുമില്ലായിരുന്നു. വീട്ടിൽ പറഞ്ഞ അമ്മയുടെ സ്വഭാവം അറിയാലോ. അപ്പം പഠിത്തം നിർത്തി കല്യാണം നടത്താന്ന് പറയും.
ആ സമയത്ത് എന്റെ പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നം തോന്നി മീര എന്നോട് കാര്യം ചോദിച്ചു. ഞാൻ അവസാനം മീരയോട് എല്ലാം പറഞ്ഞു. പിന്നെ മീര ഇടപെട്ട് സംസാരിക്കാൻ വന്ന സമയത്ത് മീരയുടെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടെ ആ പ്രശ്നം സോൾവ് ആക്കി. അതിൽ പിന്നെ അയാളെ കൊണ്ട് ശല്യം ഉണ്ടായിട്ടേ ഇല്ല. ഇക്കാര്യം മീര ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ആണോ? അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം അറിഞ്ഞാലും മീര മറ്റാരോടും പറയില്ലായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാം. എന്നാലും പെൺകുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നേരിടേണ്ടി വരുന്നത്? ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഇനി അയാളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നോക്കിക്കോളാം. ശരി, എന്നാ നമുക്ക് പോവാം. ആ, സൂരജിന് ജ്യൂസ് പറയട്ടെ? വേണ്ട, ജ്യൂസൊക്കെ നമുക്ക് പിന്നീടാവാം. ആദ്യം ഞാനൊന്ന് മീരയെ വിളിക്കട്ടെ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു അടുപ്പുണ്ടാവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പല പ്രവൃത്തികളിൽ നിന്ന് തന്നെ എനിക്കത് ബോധ്യപ്പെടുകയും ചെയ്തതാ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി മീര. മീര ഞങ്ങളെ സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ സൂരജ്? ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായ. അങ്ങനെ പറയല്ലേ മീര. മീര വിചാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ അച്ഛനും മുത്തശ്ശിക്കും എല്ലാം മനസ്സിലാവും. ഞാൻ എങ്ങനെ അവരോട് സംസാരിക്കും? ബീനാമ്മയുടെ അമ്മയുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാലോ. എന്നിട്ടും ഇങ്ങനെ ഒരു റിലേഷനിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സംഭവിച്ചു പോയി. ഇനി മറക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കില്ല. പണ്ടും സൂരജ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊക്കെ വളരെ കഷ്ടപ്പെട്ട അച്ഛനും അമ്മാവനും കൂടി സൂരജിനെ രക്ഷിച്ചത്. പക്ഷെ ഇത് അതുപോലെ അല്ല. വിദ്യ സൂരജായിട്ട് ഇങ്ങനൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. മീര വിചാരിക്കുന്നത് പോലെ സൂരജ് എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ അടുക്കുന്നത്. സത്യത്തിൽ ഞാനാ സൂരജിനെ നിർബന്ധിച്ച് എന്നിലേക്ക് അടുപ്പിച്ചത്. വീട്ടുകാരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാ സൂരജ് ശ്രമിച്ചത്. വിദ്യക്ക് എല്ലാം അറിയായിരുന്നല്ലേ, എന്നിട്ടും എന്തിനാ വെറുതെ? എല്ലാം അറിയാം. പക്ഷെ കുടുംബങ്ങൾ തമ്മിൽ അകലുന്നതിന് മുൻപേ ഞാൻ സൂരജിനെ സ്നേഹിച്ചു തുടങ്ങിയതാ. ഇനി മനസ്സിൽ നിന്ന് മായ്ക്കുമെന്ന് പറഞ്ഞാ അത് സാധിക്കില്ല. സാധിക്കണം വിദ്യ, ഇല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്ത് പ്രശ്നത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറാ. മീരയൊന്ന് ഞങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. സത്യം പറഞ്ഞാ നിങ്ങളിത് തുറന്നു പറയുന്നവരെ എന്റെ മനസ്സിലെ സംശയം വെറും സംശയം മാത്രമായിട്ട് അവശേഷിക്കണേന്ന് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. നിങ്ങൾ രണ്ടുപേരുടെ കാര്യത്തിലും വീട്ടുകാർക്ക് വലിയ വലിയ സ്വപ്നങ്ങളുള്ളതാ. ബീനാമ്മയുടെ കാര്യം എടുത്താ ബീനാമ്മ ജീവിക്കുന്നതന്നെ സൂരജിന് വേണ്ടിയാ. എന്നോട് പലപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുള്ളത് തന്നെ സൂരജിനേക്കാൾ പ്രാധാന്യം എനിക്ക് ആ വീട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന പരിഭവം കൊണ്ടാ. അതുപോലെ തന്നെയാ അമ്മായി അമ്മാവനും. വിദ്യയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവർക്ക്. അമ്മാവനാണെങ്കിൽ നിങ്ങൾ മക്കളെ വിശ്വസിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റായ ഒരു പ്രവൃത്തിയും ഇല്ലാന്ന് വിശ്വസിച്ച് കഴിയുന്ന ആളാ. അങ്ങനെയുള്ള രക്ഷിതാക്കളോട് നിങ്ങൾ രണ്ടാളും ചെയ്യുന്ന തെറ്റല്ലേ ഇത്? മീര എന്താ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാത്ത? ഞങ്ങൾക്ക് മനസ്സില്ലേ? ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? അതൊക്കെ ശരിയാ. പക്ഷേ നമുക്ക് വേണ്ടി നമ്മുടെ അച്ഛനമ്മമാര് എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്കും കുറച്ച് ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചൂടെ? മീര എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദേഷ്യം തോന്നാം. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ ശരിയെന്ന് തോന്നുന്നതാ ഞാൻ പറയുന്നത്. എന്താ മീര? നിങ്ങൾ പരസ്പരം മറക്കണം. എന്നിട്ട് അച്ഛനമ്മമാരെ അനുസരിക്കണം. അവരെന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. മീര അങ്ങനെ പറയരുത്. ഇത്രയും നാളും എല്ലാവരും എന്നെ വിവാഹത്തിന് നിർബന്ധിച്ചപ്പോ ഞാൻ അതിന് തയ്യാറാവാത്തത് സൂരജിന്റെ സ്ഥാനത്ത് മറ്റാരും കാണാൻ കഴിയാത്തതുകൊണ്ടാ. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സൂരജ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനി ആ സ്നേഹം ഇല്ലാതെ എനിക്ക് പറ്റില്ല. എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. മനസ്സുകൊണ്ട് ഞാനും വിദ്യയും ഒന്നായി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കരുത്. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ജീവിതം നിങ്ങളുടേതാ.
തീരുമാനവും നിങ്ങളുടേത് തന്നെയാണ്. പക്ഷേ ഒന്നുണ്ട്, അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്ന ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എൻ്റെ ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. അങ്ങനെ പറയില്ല മീര. നിന്നെ കാണാൻ വരുമ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതെ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം മീര. ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ ഞാൻ നിസ്സഹായാണ്. പരസ്പരം മറക്കാൻ കഴിയുമെങ്കിൽ മറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ബന്ധം നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനം തകർക്കും. അറിഞ്ഞുകൊണ്ട് എന്തിനാ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നേ? മറക്കാൻ പറയാൻ എളുപ്പമോ? പക്ഷേ ഞങ്ങളുടെ മനസ്സുകൂടി ഓർക്കണം മീര. ഞാൻ പറഞ്ഞല്ലോ സൂരജ്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതാ എല്ലാവർക്കും നല്ലത്. ഭഗവാനെ, ഞാൻ സംശയിച്ചത് സത്യമായിരിക്കുക. വിദ്യയും സൂരജും തമ്മിൽ അടുപ്പത്തില്ല. അതിന് എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് ആലോചിച്ചിട്ടൊരു സമാധാനവും കിട്ടുന്നില്ല. അവരെ ഇനി പറഞ്ഞു തിരുത്താനാവുമെന്ന് തോന്നുന്നില്ല. ബീനാമ്മയും അമ്മായി ഇതറിഞ്ഞ് എന്തായിരിക്കും സംഭവിക്കുക? ഇതിനൊരു പരിഹാരം ഭഗവാന് മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. ഇതൊരു വലിയ വഴക്കാകാതെ എല്ലാം അവസാനിക്കാൻ സഹായിക്കണേ ഭഗവാനെ. ആഹാ, മീര. മൂന്നേണ്ണ എന്താ ഈ സമയത്ത് ഇവിടെ? ആ, ഞാനിവിടെ അടുത്ത് വരുമ്പോഴൊക്കെ ഈ നട വരെ വെറുതെ വരാറുണ്ട്. അങ്ങനെ വന്നതാണിപ്പോ. മീര ഞാനിവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്കൊരു സങ്കടം ഉണ്ടായി. അതിവിടെ വന്ന് പറയേണ്ട കാര്യമാണെന്ന് മനസ്സിലൊരു തോന്നല്. അതാ പൂജയുള്ള ദിവസം അല്ലെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ ഞാൻ വന്നത്. എന്തു പറ്റി പെട്ടെന്നൊരു സങ്കടം? സൂരജും വിദ്യയും തമ്മിൽ ഒരു അടുപ്പുണ്ടോ എന്ന് സംശയമുള്ളതായിട്ട് ഞാൻ പറഞ്ഞില്ലേ? ആ, അത് സത്യമാണെന്ന് ഉറപ്പായി. ആണോ? അവർ രണ്ടുപേരും എന്നോട് വന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതിനിപ്പോ ടെൻഷനായിട്ട് എന്താ കാര്യം? ഞാൻ എങ്ങനെ ടെൻഷനാവാതിരിക്കും? അമ്മായിയുടെയും ബീനാമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലേ. അവരിതറിഞ്ഞ ആകെ പ്രശ്നമാവും. വിദ്യയ്ക്കും സൂരജിനും ഇതൊക്കെ അറിയാവുന്നതല്ലേ? എന്നിട്ടും അവരതിന് തയ്യാറായെങ്കിൽ ആ സ്നേഹത്തിന് അത്രത്തോളം ആഴവും ദൃഢതയും ഉണ്ടാവില്ലേ മീര? അവരെന്തിനാ ഇപ്പൊ മീരയെ കണ്ടത് പറഞ്ഞത്? വിദ്യയ്ക്ക് ആലോചനകൾ നോക്കി തുടങ്ങി. അപ്പൊ ഇവരുടെ കാര്യം വീട്ടിൽ പറയേണ്ട അവസ്ഥ വരും. അങ്ങനെ വന്നാ ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കണം, അവരെ സഹായിക്കണം എന്നൊക്കെ പറയാനാ വന്നതും എല്ലാം തുറന്നു പറഞ്ഞതും. അപ്പൊ മീര എന്ത് പറഞ്ഞു? എനിക്ക് എന്ത് ചെയ്യാനൊക്കും? ഈ ബന്ധം ശരിയാവില്ല, അവരെല്ലാം മറക്കുന്നത് നല്ലതെന്ന് ഞാനങ്ങ് പറഞ്ഞു. അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒരാള് നമ്മളോട് സഹായം ചോദിച്ചു വരുന്നത് എന്തൊക്കെ പ്രതീക്ഷകളോടെ ആയിരിക്കും മീര. ആ സമയത്ത് അവരെ സഹായിക്കാതെ വിട്ടയച്ചത് ഒട്ടും ശരിയായില്ല കേട്ടോ. അവരുടെ കാര്യത്തില് എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെ സംസാരിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാലും തനിക്കൊന്ന് ശ്രമിക്കാമായിരുന്നു. വിദ്യയുടെ കാര്യത്തില് അമ്മായിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. വിദ്യയുടെ കല്യാണം നടത്താൻ 2-3 വർഷം മുമ്പേ അമ്മായി ശ്രമം തുടങ്ങിയതാ. വിദ്യക്ക് പഠിക്കണമെന്നുള്ള നിർബന്ധം കാരണവും വിദ്യയെ അമ്മാവനും വിശാലേട്ടനും സപ്പോർട്ട് ചെയ്തത് കൊണ്ടുവാ അന്ന് അത് നടക്കാതെ ഇത്രയും നാള് മാറി മാറിപ്പോയത്. ഇപ്പോ റിസർച്ച് തീരാറായ സ്ഥിതിക്ക് അമ്മായി ആലോചനകൾ തുടങ്ങും. ആ സമയത്ത് ഇക്കാര്യം അറിഞ്ഞ അമ്മയുടെ മനസ്സ് തകരില്ലേ? ആ സമയത്ത് എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ മക്കളെ വളർത്തുമ്പോൾ മാതാപിതാക്കൾ അവരിൽ വെച്ച് വളർത്തുന്ന പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയാണ്. ആ സങ്കല്പങ്ങൾക്കപ്പുറം അവരുടെ മക്കൾക്ക് മനസ്സും സ്വപ്നങ്ങളും ഉണ്ടെന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ വലിയ വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. മക്കളുടെ ഇഷ്ടങ്ങളെ അന്ധമായി അംഗീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ അവരെ പ്രാപ്തരാക്കണം. അപ്പോ അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ തെറ്റുകൾ ഉണ്ടാവില്ല. ഇനി തെറ്റിപ്പോയാൽ കാര്യകാരണങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കാനും തിരുത്താനും സാധിക്കണം.
മീരയുടെ ബീനാമ്മയും അമ്മായിയും തമ്മിൽ വഴക്കായതുകൊണ്ട് അവരുടെ മക്കൾ തമ്മിൽ സ്നേഹിക്കരുതെന്ന് പറയുന്നത് ബാലിശമാണ്. അത് അവർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ സ്നേഹിച്ചത്. ബീനാമ്മയുടെ അമ്മായിയുടെയും വഴക്ക് മാത്രമല്ല ഇഷ്യൂ, സൂരജിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവൃത്തികളും പ്രശ്നവും. കഴിഞ്ഞ കാലം ഇനി ഇല്ല മീര. ഭാവിയും വെറും പ്രതീക്ഷകൾ മാത്രമാണ്. ഇപ്പൊ സൂരജിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. അത് മനസ്സിലാക്കാൻ വിദ്യയ്ക്ക് സാധിക്കുന്നുണ്ടാവും. എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഒരാളെ വിലയിരുത്തുന്നത് എപ്പോഴും ഭൂതകാലം കണക്കിലെടുത്താവില്ലേ? അത് അങ്ങനെ കണക്കാക്കുന്നവരുടെ പ്രശ്നമാണ്. അതെ, പക്ഷേ അത് പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വഴക്കുകളൊക്കെ ഒഴിവാക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. മീര ഇതിൽ രണ്ട് ഭാഗത്ത് നിൽക്കാനാവാതെ പെട്ടുപോവാനാണ് സാധ്യത. അവരെ ഇനി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും അതും സാധ്യമാവില്ല. എല്ലാത്തിനും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. ആദർശൻ എത്തിയോ? ഞാൻ ചായ എടുത്തിട്ട് വരാവേ. വേണ്ട മീര, എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട. എന്താ ആദർശേട്ടാ, എന്തുപറ്റി? തലവേദന വല്ലതുണ്ടോ? അതൊന്നും അല്ലടോ. ആ IT കമ്പനിയുടെ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയില്ല. അത് അഭിക്കാണ് കിട്ടിയത്. അതാണോ ടെൻഷൻ? അത് അത്ര വലിയ കാര്യമാണോ? നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ, അത് പുറത്താർക്കും അല്ലല്ലോ, അഭിചേച്ചിക്ക് തന്നെയല്ലേ കിട്ടിയത്. അഭിക്ക് കിട്ടിയതിൽ എനിക്ക് സങ്കടമില്ല. പക്ഷേ അവർക്കെന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നതായിരുന്നു. എന്നിട്ടും അഭി റേറ്റ് തീരെ കുറച്ചാണ് കോട്ട് ചെയ്തത്. അത് തന്നെ അഭിയുടെ എക്സ്പീരിയൻസ് ഇല്ലായ്മയും ഇമ്മച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അവർ പ്രോജക്റ്റ് അഭിക്ക് കൊടുത്ത സ്ഥിതിക്ക് നമ്മുടെ കഴിവിനെ അവര് അവഗണിക്കല്ലേ ചെയ്തത്. അങ്ങനെയൊന്നും ആവില്ല. ആദർശേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്, അവരെ പോലുള്ള കമ്പനികൾ റേറ്റ് കുറച്ച് കൊട്ടേഷൻ കണ്ടാലും കമ്പനിയുടെ പേരും ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ടായിരിക്കും പ്രോജക്റ്റ് കൊടുക്കാന്ന്. ദേവ ബിൽഡേഴ്സ് ഒരുപാട് നല്ല പേരുള്ള കമ്പനിയല്ലേ. ആ കമ്പനി തന്നെ ഇത്രയും കുറഞ്ഞ റേറ്റ് കോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ദേവ ബിൽഡേഴ്സിനല്ലേ പ്രോജക്റ്റ് കൊടുക്കുള്ളൂ. പക്ഷേ ദേവ ബിൽഡേഴ്സ് പിരിഞ്ഞ കാര്യം ഞാൻ അവരെ അറിയിച്ചതാണ്. അത് ആദർശേട്ടന്റെ ഫ്രണ്ടിന് മാത്രമല്ലേ അറിയൂ. അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഹെഡ് ഓഫീസിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവർ കിട്ടുന്ന ഡേറ്റ വെച്ച് അനലൈസ് ചെയ്തപ്പോൾ ഏറ്റവും നല്ല കമ്പനി ഏറ്റവും റേറ്റ് കുറച്ച് കോട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ അതല്ലേ അവർ പിക്ക് ചെയ്യൂ. എന്നാലും ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടുമെന്ന് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ. അവർക്ക് വേണ്ടി വളരെ നല്ല ഐഡിയാസും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാ. അതെല്ലാം വെറുതെയായി. അതൊന്നും ഒരിക്കലും വെറുതെ ആവില്ല ആദർശേട്ടാ. ഒരു നല്ല ആശയം മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ബിൽഡ് ചെയ്യാനുള്ള അവസരം കിട്ടും. ആ സമയത്ത് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ആദർശേട്ടന് പ്ലാനിങ് കൊടുക്കാൻ പറ്റും. എന്നാലും പ്രതീക്ഷിച്ച് നഷ്ടപ്പെടുമ്പോൾ ഒരു വിഷമമുണ്ടാവും മീര. പക്ഷേ താൻ പറഞ്ഞ പോലെ അത് അഭിക്കാണല്ലോ കിട്ടിയെന്ന് ഓർത്ത് ആശ്വസിക്കാനും പറ്റുന്നില്ല മീര. കാരണം ഈ പ്രോജക്റ്റ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് മാത്രമേ അഭിക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂ. അതൊക്കെ ദേവ ബിൽഡേഴ്സ് എന്ന കമ്പനിയുടെ ഗുഡ്വില്ലിനെ ബാധിക്കും. അത് മാത്രമല്ല, അവർ അഭിക്കെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ ആദർശേട്ടൻ അഭിചേച്ചിയോട് കാര്യം പറഞ്ഞൂടെ? കൊള്ളാം. ഇക്കാര്യം നമ്മൾ അഭിയോട് പറഞ്ഞാൽ അഭി അത് സീരിയസ് ആയിട്ട് എടുക്കുന്നതാണോ താൻ കരുതുന്നത്? നമ്മൾ അസൂയം കൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന് മാത്രമല്ല, വലിയൊരു വഴക്കിനത് വഴിവെക്കുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അഭിയുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെന്ന് കരുതുക. നമ്മളായിട്ട് ഒന്നിലും ഇടപെടാതെ മിണ്ടാതിരിക്കുക. അതേ ചെയ്യാൻ പറ്റൂ. നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഒരു പ്രൊജക്റ്റ് തുടങ്ങി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വെറുതെ ഇരിക്കും തോറും
അവർക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്ക് കേരളത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കാനായിട്ട് അധികം സ്റ്റാഫൊന്നും ഇല്ലല്ലോ. അങ്ങനെയില്ല. എന്നാലും നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ഇവിടെയായ സ്ഥിതിക്ക് ഇവിടെ ഒരു നല്ല പ്രോജക്റ്റ് ചെയ്യണം. മീര ബിൽഡേഴ്സിന്റെ സിഗ്നേച്ചർ പ്രോജക്റ്റ്. അതൊക്കെ ചെയ്യാം. ചെയ്യണം. പക്ഷെ അതിന് പറ്റിയൊരു അവസരമാണ് നമ്മുടെ കയ്യിൽ വന്നിട്ട് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നഷ്ടം സംഭവിക്കില്ലായിരുന്നു. ഞാൻ അഭിയെ കുറച്ചൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് ഈ തോൽവി സംഭവിച്ചത്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവില്ല. അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ നല്ലതാ. എന്നാലും അഭിചേച്ചിയോട് നമുക്കൊരു മത്സരഭാവം വേണ്ടെന്നാ എന്റെ അഭിപ്രായം. ഇത് മത്സരമല്ല മീര, നമ്മുടെ നിലനിൽപ്പിന്റെ കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്.